അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാളിദാസൻ്റെ മെയിൻ വർക്കുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പ്രധാനമായിട്ടും 4 കൃതികൾ, അതായത് നമുക്കറിയാം 4 റൈറ്റേഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞത് അല്ലേ. നമ്മുടെ കാളിദാസനെ പോലെ തന്നെ ഭവഭൂതി, ഭാസ, സൂത്രക ഇവരൊക്കെ നല്ല നല്ല കാവ്യ രചയിതാക്കൾ തന്നെയാണ്. എങ്കിലും അതായത് BA ഇംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മളെടുത്ത ഈ ഒരു കോഴ്സിൽ നമുക്ക് കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് കാളിദാസനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ അദ്ദേഹത്തിൻ്റെ രചനകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കവിതയിലുള്ള ക്യാരക്ടറിനെ പറ്റിയും ക്യാരക്ടർ അനാലിസിസിനെ പറ്റിയും പിന്നെ ഡ്രാമയിൽ എങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് കാളിദാസൻ ഈ ഒരു ഇതിലേക്ക് വന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വർക്കുകളെ പറ്റി. അദ്ദേഹം 7 വർക്കുകളാണ് പ്രധാനമായും നമ്മുടെ മലയാള ഭാഷയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനയായിട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ 7 മെയിൻ വർക്ക്സ്, അതായത് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ദർ ഈസ് 7 വർക്ക്സ് ഇൻ മലയാളം റിട്ടൺ ബൈ കാളിദാസ. ഓക്കെ, അതിൽ 7 വർക്ക്സിൽ അദ്ദേഹം ലിറിക്കൽ പോയംസ് എഴുതിയത് 3 എണ്ണം, ലിറിക്കൽ പോയംസ് 3 എണ്ണം എഴുതിയിട്ടുണ്ട്. പ്ലേ 3 എണ്ണം, നാടകം പ്ലേ എന്ന് പറഞ്ഞ നാടകം അദ്ദേഹം 3 എണ്ണം എഴുതിയിട്ടുണ്ട്. ദെൻ എപ്പിക്സ് അദ്ദേഹം 1 എപ്പിക്സുമാണ് അദ്ദേഹം എഴുതിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മിസ് നോട്ടല്ല, ഇപ്പോൾ മിസ് നോട്ട് പറഞ്ഞിട്ടില്ല, മിസ് ക്ലാസ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ക്ലാസിക്കൽ റൈറ്റിങ്സ് ഇൻ ഇന്ത്യൻ കൾച്ചർ എന്നുള്ളതിൽ ക്ലാസിക്കൽ റൈറ്റിങ്സിലെ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരാളാണ് കാളിദാസൻ്റെ വർക്ക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ വർക്ക്സിൻ്റെ ഈ 7 വർക്ക്സും അദ്ദേഹം എഴുതിയ ഈ 7 കാവ്യങ്ങളെ പറ്റി, പിന്നെ അദ്ദേഹം എഴുതിയ ഒരു എപ്പിക്സും ഒരു ഇതിഹാസവും ഉണ്ട്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മൾ എന്താവുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പ്ലനേഷൻ മാത്രമല്ല, നമ്മുടെ എസ്സേയും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ 7 വർക്ക്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ വർക്ക്സ് ഋതുസംഹാരം, ലിറിക്കൽ പോയംസ് 3 എണ്ണം, പ്ലേസ് 3 എണ്ണം, ഒരു എപ്പിക്സുമാണ് നമ്മൾ പറഞ്ഞത്. അത് ലിറിക്കൽ പോയംസ് 3 എണ്ണത്തിൽ ഫസ്റ്റ് വൺ ഈസ് ഋതുസംഹാരം, രണ്ടാമത്തത് കുമാരസംഭവം ആൻഡ് മേഘദൂതം. ഓക്കെ, മേഘദൂതം. അപ്പോൾ ഈ 3 എണ്ണവും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ 3 ലിറിക്കൽ പോയംസിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താലേ നമുക്ക് എസ്സേ പൂർത്തിയാവും. അത് മിസ് പറഞ്ഞുതരാം. ആദ്യം ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കാനാണ് മിസ് പറഞ്ഞത്. നെക്സ്റ്റ് 3 പ്ലേസ്, അതായത് നാടകങ്ങളാണ്. അത് മാളവികാഗ്നിമിത്രം എന്നാണ് പറയുക, മാളവികാഗ്നിമിത്രം. നെക്സ്റ്റ് അഭിജ്ഞാന ശാകുന്തളം ആൻഡ് വിക്രമോർവശീയം. ഈ 3 പ്ലേസ് PLAYS പ്ലേസ് മീൻസ് നാടകം. 3 നാടകവും 3 ലിറിക്കൽ പോയംസ്, അതായത് സാഹിത്യ പോയംസ് കാവ്യങ്ങളും 3 നാടകങ്ങളും ഒരു ഇതിഹാസവുമാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അതിൽ ഋതുസംഹാരം, കുമാരസംഭവം ആൻഡ് മേഘദൂതം ലിറിക്കൽ പോയംസും, മാളവികാഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശീയം. ഇതൊക്കെ നമ്മൾ പോയിന്റ് വൈസ് ആണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ വിശാലമായിട്ട് എക്സ്പ്ലനേഷൻ ഒന്നും കുറേ എഴുതിയിട്ടൊന്നും കാര്യം, നമ്മൾ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എസ്സേയിലാണെങ്കിലും ഡെഫിനീഷനിലാണെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. എങ്കിലും മാർക്ക് സ്കോർ ചെയ്യാൻ എന്താണോ ട്രിക്സ്, ആ ലെവലിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഒരു കീ മോഡൽ ലെവലിലാണ് നമ്മൾ മുന്നോട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അല്ലാതെ കുറേ എക്സ്പ്ലനേഷൻ നമ്മൾ കുറേ എഴുതി നിറച്ചിട്ട് കാര്യമില്ല. ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പോയിന്റ്സ് ബൈസ് ആയി പഠിക്കുക, പോയിന്റ് ബൈസ് ആയി മനസ്സിലാക്കുക ആൻഡ് എഴുതുക. ഓക്കെ, അപ്പം നമ്മൾ ഇത് എഴുതുക. ഋതുസംഹാരം, കുമാരസംഭവം, മേഘദൂതമാണ് അദ്ദേഹത്തിൻ്റെ ലിറിക്കൽ പോയംസ്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ നാടകമാണ് പറയുന്നത്, മാളവികാഗ്നിമിത്രം, അഭിജ്ഞാന ശാകുന്തളം ആൻഡ് വിക്രമോർവശീയം. ഇതാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. അദ്ദേഹം ഒരു മഹാകാവ്യം, അദ്ദേഹം ഒരു എപ്പിക്സ് മഹാകാവ്യം രചിച്ചിട്ടുണ്ട്. അതാണ് രഘുവംശം. അപ്പോൾ നമ്മൾ ഈ രഘുവംശത്തെ പറ്റിയും വിക്രമോർവശീയത്തെ പറ്റിയും അഭിജ്ഞാന ശാകുന്തളത്തെ പറ്റിയും മാളവികാഗ്നിമിത്രത്തെ പറ്റിയും ഋതുസംഹാരത്തെ പറ്റിയും കുമാരസംഭവത്തെ പറ്റിയും മേഘദൂതത്തെ പറ്റിയും ഓക്കെ മിസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടല്ല, മിസ് ഒരുമിച്ച് പറഞ്ഞെന്നുള്ളൂ. പ്ലേസും ലിറിക്കൽ പോയംസും എപ്പിക്സും മഹാകാവ്യവും ഒരുമിച്ച് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടർ ബേസ് ആണ് നമ്മൾ നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വരുന്നത്, ക്യാരക്ടർ അനാലിസിസിലേക്ക് വരുന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് അഭിജ്ഞാന ശാകുന്തളമാണ്.
അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാളിദാസ ഡ്രാമാസും കാളിദാസൻ്റെ ഡ്രാമയെ പറ്റിയും കാളിദാസ എന്താ പറയുക അദ്ദേഹത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള രചിക്കപ്പെട്ടുള്ള മഹാകാവ്യത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക കാവ്യങ്ങളെ പറ്റിയും നാടകത്തെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ക്യാരക്ടർ അനാലിസിസ് ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ് അദ്ദേഹത്തിൻ്റെ എസ്സേ നമ്മൾ കംപ്ലീറ്റ് ആവുക. ഓക്കെ, ആ എസ്സേ കംപ്ലീറ്റ് ആയാൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് അദ്ദേഹം ഒരു ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ്. നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്ങിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റൈറ്ററാണ് നമ്മുടെ കാളിദാസൻ. അദ്ദേഹം പ്രധാനമായും 7 കൃതികളാണ് രചിച്ചിട്ടുള്ളത്. അതിൽ 7 നമ്മളിപ്പോൾ പേരെടുത്ത് മിസ് പറഞ്ഞു. അതിൽ ഓരോന്നിൻ്റെയും ക്യാരക്ടർ അനാലിസിസ് ആണ് നെക്സ്റ്റ് യൂണിറ്റിലേക്ക് വരുന്നത്. ഇതിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ അദ്ദേഹത്തെ ഡ്രാമയെ പറ്റിയാണ്. എങ്ങനെയാണ്, അതായത് ഈ അദ്ദേഹം എഴുതിയ ലിറിക്കൽ പോയംസും ഡ്രാമ എഴുതി, ഡ്രാമ മീൻസ് പ്ലേസ് ആണ്, പ്ലേ. ഈ പ്ലേനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഒരു പോയിന്റ്, അത് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മെയിൻ പോയിന്റ്സിലേക്ക് നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് ഡ്രാമേൻ്റെ ഒറിജിനും എങ്ങനെയാണ് ഈ ഡ്രാമ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സിലബസിലേക്ക് ഉൾപ്പെടുത്തിയത്, നമുക്ക് മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, അതാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, നമ്മളിനി ഡ്രാമയെ പറ്റി പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ഡ്രാമ? നേരത്തെ നമ്മൾ പറഞ്ഞു ആസ്തറ്റിക്സിനെ പറ്റി പറഞ്ഞു. വേണമെങ്കിൽ നമുക്ക് ആസ്തറ്റിക്സിലേക്ക് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഡ്രാമ, വാട്ട് ഈസ് ഡ്രാമ? ആർട്ട് അല്ലേ, അതൊരു ആർട്ടാണ്. ഡ്രാമ ഈസ് എ ആർട്ടാണ്, സ്റ്റഡി ഓഫ് ബ്യൂട്ടി, ഓർ എന്താ പറയുക, അതൊരു ആർട്ടാണ് നമ്മുടെ ഡ്രാമ. വാട്ട് ഈസ് ഡ്രാമ? അതിൻ്റെ ആൻസർ മീൻസ് നോട്ട് എഴുതാനായിട്ടില്ല. നേരത്തെ പറഞ്ഞല്ലോ ദി ഇമ്പോർട്ടൻസ് ഓഫ് കാളിദാസാസ് ആൻഡ് ഹിസ് റൈറ്റിങ്സിൻ്റെ, ക്ലാസിക്കൽ റൈറ്റിങ്സിൻ്റെ ഇമ്പോർട്ടൻസും കാളിദാസയെ പറ്റി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഡ്രാമയിലേക്കാണ് വരുന്നത്. ഈ ഓരോന്നും റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് ഡ്രാമയാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് എ ലിറ്റററി കോമ്പോസിഷൻ. അതൊരു ലിറ്റററി കോമ്പോസിഷൻ ആണ്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ടെൽസ് എ സ്റ്റോറി ത്രൂ ഡയലോഗ്സ്, ജസ്റ്റേഴ്സ്, മൂവ്മെൻറ്റ്സ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലേ, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ക്യാരക്ടേഴ്സ് ആൻഡ് ഡാൻസേഴ്സ്, കോസ്റ്റ്യൂംസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആൻഡ് സ്റ്റേജ് സെറ്റിങ്സ് അല്ലേ, ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ഡ്രാമ. അപ്പം നമുക്കറിയാം ഡ്രാമ ഈ കാളിദാസൻ്റെ ഡ്രാമ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? കാളിദാസൻ്റെ ഡ്രാമ ഏതൊക്കെയാണ്? മേഘദൂതം, മാളവികാഗ്നിമിത്രം നമ്മൾ പറഞ്ഞല്ലേ. അദ്ദേഹത്തിൻ്റെ നാടകമാണ് മേഘദൂതം, മാളവികാഗ്നിമിത്രം. ആൻഡ് ലിറിക്കൽ പോയംസ് ആണ് ഋതുസംഹാരം, കുമാരസംഭവം ആൻഡ് മേഘദൂതം. ദെൻ അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ പേരെന്താ പറഞ്ഞാൽ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശിയും ആൻഡ് മാളവികാഗ്നിമിത്രം. അതിൽ നമ്മൾ അഭിജ്ഞാന ശാകുന്തളമാണ് നമ്മൾ മെയിനായിട്ട് നിങ്ങളെ സിലബസിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഇന്ത്യൻ ക്ലാസിക്കൽ റൈറ്റിങ്സിൽ ഇമ്പോർട്ടൻസ് എന്താണ്? അഭിജ്ഞാന ശാകുന്തളമാണ്. അതൊരു നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം. ആ നാടകത്തിനെ പറ്റിയിട്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നാടകത്തെ പറ്റി നമ്മൾ ഈ സിലബസിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ഡ്രാമ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. അത് ഡെഫിനേഷനാണ്. അപ്പോൾ ഇത് എഴുതാനായിട്ടില്ല, നമ്മൾ ഫസ്റ്റ് നമ്മൾ കാളിദാസൻ്റെ റൈറ്റിങ്സും തുടങ്ങണം. ഓക്കെ, ഇത് ജസ്റ്റ് മിസ് വായിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കിട്ടാൻ വേണ്ടി. എന്താണ് നാടകം? ഇറ്റ് ഈസ് എ ലിറ്റററി കോമ്പോസിഷൻ. അതൊരു സാഹിത്യപരമായ രചനയാണ് നാടകം. ഇറ്റ് ഈസ് യൂഷ്വലി ടെൽസ് എ സ്റ്റോറി ത്രൂ ഡയലോഗ്സ് അല്ലേ. അത് യൂഷ്വലി നമ്മൾ പൊതുവെ സാധാരണയായി നമ്മൾ ഒരു നാടകം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഡയലോഗ്സിലൂടെയാണ്. കണ്ടിന്യൂസ് ഡയലോഗ്സിലൂടെ അല്ലേ. ടെൽസ് എ സ്റ്റോറി ത്രൂ ഡയലോഗ്സിലൂടെ കഥ പറയുന്ന ഒരു സാഹിത്യ രചനയാണ് നാടകം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയാൻ പറ്റുക അല്ലേ. അതായത് കഥാപാത്രങ്ങൾ ഡയലോഗ്സ് പറയും. അപ്പോൾ ആ ഡയലോഗ്സിൽ എന്തായിരിക്കും? വെറുതെ ഡയലോഗ്സ് പറയുന്നതല്ല, കഥയായിരിക്കും. ആ ഡയലോഗ്സിൽ കഥയായിരിക്കും. നെക്സ്റ്റ് ജസ്റ്റേഴ്സ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ജസ്റ്റ് ബോഡി മൂവ്മെൻറ്റ് അല്ലേ. ബോഡി മൂവ്മെൻറ്റിൽ നമ്മൾ നാടകമൊക്കെ കാണുമ്പോൾ കാണാം, മഹാരാജാവ് അട്ടഹസിച്ച് ചിരിക്കുമ്പോൾ കൈയൊക്കെ മേലോട്ട് ഉയർത്തി അട്ടഹസിച്ച് ചിരിക്കുന്നു. പിന്നെ ഷൗട്ട് ചെയ്യുമ്പം രുദ്രഭാവം, ദേശഭാവം കാണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുന്നതും. അപ്പോൾ ജസ്റ്റേഴ്സ്, മുഖമൊക്കെ ജസ്റ്റേഴ്സിൽ ഉൾപ്പെടുന്നത് തന്നെയാണ്. കണ്ണ് ചുവക്കുന്നതും, ദെൻ കൈ ദേഷ്യം വരുമ്പോൾ മുഖമൊക്കെ ദേഷ്യം വരുന്നത് ഒരു രാജാവാകുമ്പം. കാരണം അഭിജ്ഞാന ശാകുന്തളം നിങ്ങളെ മനസ്സിൽ നിന്ന് പോവരുത്. നമ്മളെ മെയിൻ പോയിന്റ് അഭിജ്ഞാന ശാകുന്തളാണ്. കാളിദാസനെ നിങ്ങൾ മറന്നു പോകരുത്. കാരണം കാളിദാസനെ പറ്റി തന്നെയാണ് നമ്മുടെ നിങ്ങളെ ഈ ഒരു BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ മുന്നോട്ട് പോകുന്നത്. കാളിദാസനെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞു ലിറിക്കൽ പോയംസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മഹാകാവ്യം എഴുതിയിട്ടുണ്ട്. രഘുവംശമാണ് അദ്ദേഹത്തിൻ്റെ മഹാകാവ്യം. അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ എക്സാമിന് മാർക്ക്
മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, താഴെ താഴെ നമ്മളത് പോയിന്റായി എഴുതുമെങ്കിലും നമ്മൾ വീണ്ടും നമ്മൾ പ്ലേയിൽ, അതായത് നാടകത്തിലേക്കാണ് വരുന്നത്. അതിൽ അഭിജ്ഞാന ശാകുന്തളം അദ്ദേഹത്തിന് 7 റൈറ്റിങ്സിൽ 7 വർക്ക്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 7 വർക്കിൽ ഇമ്പോർട്ടൻറ്റ് വർക്കാണ് അഭിജ്ഞാന ശാകുന്തളം. ആ അഭിജ്ഞാന ശാകുന്തളമാണ് നമുക്ക് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, BA ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ നമുക്ക് എന്താണ് അഭിജ്ഞാന ശാകുന്തളമാണ് മെയിൻ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ